പല സ്ഥലത്തും പല ആചാരങ്ങളല്ലേ കർക്കിടക വാവിന് ഉണ്ടാവല്. ഞങ്ങളുടെ വീട്ടിൽ ഇതുപോലെ നേർച്ച കൊടുക്കില്ല എന്നാണ് കേട്ടോ പറയാറ് ഇതിന്. സന്ധ്യാനേരം ആകുമ്പോഴത്തേക്ക് വിളക്ക്, കിണ്ടി, പലക, ഇളനീർ, പിന്നെ വാഴയില, ഇലയിലാണ് നമ്മൾ നേർച്ച കൊടുക്കുക. അതൊക്കെ നമ്മളെടുത്ത് സെറ്റാക്കി വെക്കും കേട്ടോ. പിന്നെ നമ്മൾ ഭക്ഷണം ചിക്കൻ, മീൻ, ഞണ്ട് അങ്ങനെ എല്ലാം ഉണ്ടാക്കും കേട്ടോ. ഇന്ന് നമുക്ക് ചിക്കനും മീനും പിന്നെ കുറച്ച് കറികളും പിന്നെ മധുരത്തിന് എന്തെങ്കിലും പലഹാരം, ഉണ്ണിയപ്പോ പായസമോ അടയോ അങ്ങനെ എന്തെങ്കിലും. ഇന്ന് ഞങ്ങൾ അടയാട്ടോ ഉണ്ടാക്കുന്നത്. ഈ പ്രാവശ്യം നമുക്ക് വളരെ കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കാനേ പറ്റിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇതിനും ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് കർക്കിടക വാവ് കൊടുക്കുക. ഇതിൻ്റെ പിന്നിലുള്ള ഐതിഹ്യം എന്താ, എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്നൊന്നും അറിയില്ലെങ്കിലും ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു സന്തോഷം കേട്ടോ. കാരണം നമ്മളെ കുടുംബക്കാർ, വീട്ടിലുള്ള മുതിർന്നവരും ചെറിയ കുട്ടികളും എല്ലാവരും ഒരുമിച്ചുണ്ടാകും കുറച്ച് സമയം. എല്ലാവർക്കും നല്ല സന്തോഷമായിട്ട് കാര്യങ്ങൾ സംസാരിക്കാം. പിന്നെ ഈ തിരക്കിനിടയിൽ നമുക്കൊക്കെ ഒരുമിച്ച് കൂടാൻ പറ്റിയ ഒരു സമയം. പിന്നെ നമുക്കിന്ന് ചക്ക ഉണ്ടായിരുന്നു, പിന്നെ കറികൾ, പിന്നെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത അട, പപ്പടം, ചിക്കൻ, ചോറ്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ, വളരെ കുറച്ച് സാധനങ്ങളേ ഉള്ളായിരുന്നു. എന്നിട്ട് അതെല്ലാം നമ്മൾ ഇലയിലാക്കി നേർച്ച വെക്കും. എന്നിട്ട് നമ്മളെല്ലാവരും പ്രാർത്ഥിച്ച ശേഷം സന്തോഷമായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കും. ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.